വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. പാലായിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നും നിലവിളി ശബ്ദം കേൾക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. PC ജോർജ് നിലവിളിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ കാരണമുണ്ട്. സംഘികളുടെ വാലും പിടിച്ച് പിന്നാലെ പോയിട്ട് കേരളത്തിലെ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ചീത്ത പറഞ്ഞ മുസ്ലിം സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ PC ജോർജ് എന്ന രാഷ്ട്രീയ കാബാലികന് 8ന്റെ പണിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, സംഘികൾ വല്ല വേദിയും തരാമെന്ന് പറഞ്ഞ് ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ UP-യിലേക്കോ ക്ഷണിച്ചു കഴിഞ്ഞാൽ PC ജോർജിന്റെ തല പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് വെറുതെ വിളിച്ചുകൂവി പറയുന്നതല്ല, മറിച്ച് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് PC ജോർജിന്റെ വീട്ടിൽ PC ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു യുവതിയെയാണ് എന്നും ആ ഹിന്ദു യുവതി നിലവിൽ ക്രിസ്ത്യാനിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതും പച്ചയായ പ്രചരിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഈ സത്യം PC-യും അംഗീകരിച്ചതാണ്. അങ്ങനെയുള്ള PC എങ്ങാനും ഛത്തീസ്ഗഡിലെ സംഘപരിവാറിന്റെ വേദിയിൽ പെട്ടുകഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ തല പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് ഛത്തീസ്ഗഡിലെ ഹിന്ദുത്വ നേതാവായിട്ടുള്ള സ്വാമി പരമാത്മാനന്ദ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്ത്യാനികളുടെ തലവെട്ടണം. അതിന് കാരണമായി പറയുന്നത് ഹിന്ദു യുവതികളെ മതം മാറ്റുന്നു, ഹിന്ദു സഹോദരന്മാരെ മതം മാറ്റുന്നു, ഇവിടെ വലിയ രീതിയിലുള്ള മതപരിവർത്തനം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്ന ക്രിസ്ത്യാനികളുടെ തലവെട്ടാനാണ് ഈ സംഘി നരഭോജി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇയാളെ വ്യക്തമായ രീതിയിൽ വിമർശിക്കുന്നു. ഒരു കാരണവശാലും ഇയാളുടെ ഈ നിലപാടിനെ അനുകൂലിക്കുന്നില്ല. ക്രിസ്ത്യാനികളുടെ രോമത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ സംഘി വിവരമറിയും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവരെ ഈ രീതിയിൽ വിദ്വേഷ പരാമർശം ഉപയോഗിച്ച് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് നിന്ന് ശക്തമായ പ്രതിഷേധം ഈ സംഘി സ്വാമി നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഇയാളുടെ വാലും താങ്ങിയിട്ട് സംഘപരിവാറിന് ഓശാന പാടി നടക്കുന്ന PC ജോർജിനെ പോലെയുള്ള ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. തിരിച്ചറിയില്ല. കാരണം മതവർഗീയത തലക്ക് പിടിച്ച് ഭ്രാന്തിളകി എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുള്ള പൂഞ്ഞാറ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ അച്ഛന്മാരെയൊക്കെ കൂട്ടിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിൽ വിദ്വേഷം പരത്തുന്ന, നാർക്കോട്ടിക് ജിഹാദിന്റെ പേരിലും ലവ് ജിഹാദിന്റെ പേരിലും വലിയ രീതിയിൽ വിവേചന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഇത്തരക്കാർ ഇത്തരത്തിലുള്ള തിരിച്ചടി അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നേരിടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്രിസ്ത്യാനികളുടെ തലവെട്ടാൻ വേണ്ടിയിട്ട് ഈ സ്വാമി പറയുന്നതോടൊപ്പം തന്നെ ഇയാൾ പറയുന്നു, സ്വാമിയൊന്നും അല്ലട്ടോ, പക്ക സംഘി എന്ന് തന്നെ വേണം ഇയാൾ വിശേഷിപ്പിക്കാൻ. ഒപ്പം പറയുന്നു, ക്രിസ്ത്യാനികൾ നിങ്ങളുടെ അയൽവാസികളാണ് എങ്കിൽ ഒരു മഴു നിങ്ങൾ സൂക്ഷിക്കുക, ഇല്ല എങ്കിൽ കയ്യിൽ ഒരു ലാത്തി കരുതി വെക്കുക, അതുമില്ല എങ്കിൽ നിങ്ങൾക്ക് അവരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആയുധം കരുതി വെക്കുക. നിങ്ങളുടെ നാടുകളിലേക്ക് പള്ളിയിലച്ചന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ വന്നു കഴിഞ്ഞാൽ അവരെ ആട്ടി ഓടിക്കുക. പറ്റുവാണ് എങ്കിൽ നിങ്ങൾ അവരുടെ തലയെടുക്കുക എന്നുള്ളതാണ് ഈ സംഘി സ്വാമി, സംഘിയാസി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, ഇയാൾ വിളിച്ചുകൂവി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പറച്ചിലൊക്കെ പാലാ ബിഷപ്പും PC ജോർജും കേൾക്കുന്നില്ലേ എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നുള്ളത്. കേട്ടാലും മിണ്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.